ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കുറെ നാളായി നമ്മുടെ ചാനലില് ടോപ്പ് കാണിച്ചിട്ട്. അപ്പൊ അതെ തുണി ഞാനിവിടെ കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. 2.5 മീറ്റർ തുണിയാണ് കേട്ടോ ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ ഈ തുണി മൊത്തത്തിലൊന്ന് വിടർത്തി എടുക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അംബ്രല്ല മോഡലിലെ ഒരു വെറൈറ്റി ടോപ്പാണ്. നമ്മുടെ ചാനലില് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു മോഡല്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി അംബ്രല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ തുണി ഫുള്ളായിട്ട് ഇങ്ങനെ വിടർത്തി എടുക്കാം. എന്നിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഉൾഭാഗം ചെയ്യാം. അപ്പൊ നല്ല നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ പ്ലെയിൻ ആണ്, ഉള്ളിൽ ഇങ്ങനെ പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ ഈ രണ്ടറ്റം ഇങ്ങനെ എടുക്കുക. അതെ ഇങ്ങനെ രണ്ടറ്റം എടുക്കുക, മടക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മടക്കി എടുത്തിട്ടുണ്ട്. താഴത്താണ് ഇങ്ങനെ ഓപ്പണിംഗ് ഭാഗം വരുത്തേണ്ടത്. മുകളില് ഇങ്ങനത്തെ ഒരു ഭാഗമാണ് കേട്ടോ, കട്ടിങ് ഇല്ലാത്ത ഭാഗമാണ് ഞാൻ വരുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മള് തുണി ഇങ്ങനെ ഞാനിപ്പോ ഈ ടൈലൊന്ന് ഇങ്ങനെ വിരിച്ചിട്ടു. എന്നിട്ട് നമ്മള് നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കുക. ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ആയിട്ട് മടക്കിടുക കേട്ടോ. എന്നിട്ട് ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ അംബ്രല്ല ടോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ നമ്മള് തുണി ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതിൽ ചെയ്യാൻ പോകുന്നത് ബോഡി പാർട്ട് വേറെ, സ്കേർട്ട് പാർട്ട് വേറെ. അങ്ങനെയാണ് നമ്മൾ ഈ ടോപ്പ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മള് സ്കേർട്ട് പാർട്ട് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ എടുക്കേണ്ട അളവുണ്ടല്ലോ, നമ്മുടെ വേസ്റ്റിന്റെ അളവില്ലേ, അതായത് ഷേപ്പ് വിട്ട്. അപ്പൊ ഞാനിപ്പോഴും ഒരു സാധാരണ ചുരിദാറിന് ഷേപ്പ് വിട്ടെടുക്കുന്നത് 28 ഇഞ്ചാണ്. അത് റൗണ്ട് ആയിട്ട് നമ്മൾ എടുക്കില്ലേ, 28 ഇഞ്ചാണ്. ഇതിന്റെ കാൽ ഭാഗം എടുക്കുക. അപ്പൊ എത്ര ഇഞ്ചാ? 7 ഇഞ്ച്. 7 ഇൻറ്റു 4 28. ഇതിനെ കൂടെ നമ്മള് 3 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യാം. അപ്പൊ എത്ര ഇഞ്ചായി? 10 ഇഞ്ച്. നിങ്ങൾ നിങ്ങളുടെ അളവ് വേണം കേട്ടോ എടുക്കുവാനായിട്ട്. ഇപ്പോ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഒരു വേസ്റ്റ് ലെങ്ത്, അതായത് ഷേപ്പ് വിട്ട് ഒരു 30 ഇഞ്ചൊക്കെ ആണെങ്കിൽ 30ന്റെ കാൽഭാഗം 7.5 ഇഞ്ച് എടുക്കുക. ഈ 7.5 ഇഞ്ചിന്റെ കൂടെ 3 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 10.5 ഇഞ്ചിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ അളവാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ 7 ഇഞ്ചാണ്. അതിനെ കൂടെ നമുക്ക് 3 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് 10 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് ഇങ്ങനെ എവിടെ വരുന്നോ അവിടെ നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ നീളത്തിൽ വരച്ചു കൊടുക്കാം. ഇപ്പൊ ഒരു 12 ഇഞ്ചൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി ടേപ്പ് താഴത്തേക്ക് വെക്കുക. എന്നിട്ട് ഒരു 12 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാനിപ്പോ എന്റെ അളവ് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഈ അളവിൽ നിന്ന് വേണം നമുക്ക് ലെങ്ത് താഴത്തേക്ക് കൊടുക്കുവാനായിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ബോഡി ലെങ്ത് ആയിട്ട് ഞാൻ 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. സ്കേർട്ട് ലെങ്ത് ആയിട്ട് 30 ഇഞ്ച്. അപ്പൊ ടോട്ടൽ ആയിട്ട് എനിക്ക് 44 ഇഞ്ചാണ് ഞാൻ ടോപ്പിന് കൊടുക്കുന്ന ലെങ്ത്. അപ്പൊ ഞാനിപ്പോ ഇതിന് സ്കേർട്ട് ലെങ്ത് കൊടുക്കുവാണ്. 30 ഇഞ്ചാണ് സ്കേർട്ട് ലെങ്ത്. അപ്പൊ താഴത്തേക്ക് 30 ഇഞ്ച്. നമുക്ക് അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 32 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. കുറച്ചുകൂടി നമുക്ക് ഇവിടെ നിന്ന് നീക്കി 32 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് അംബ്രല്ലയുടെ താഴത്തെ ആ ഒരു ഷേപ്പ് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വരച്ച് എടുക്കാം. ഇനി നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്യാം. താഴെ ഭാഗം നമ്മളിങ്ങനെ ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് കട്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു കട്ടിങ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് നമ്മളിങ്ങനെ നല്ല ലെയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പീസ് ആദ്യം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ സെന്റർ ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ഈ സ്കേർട്ട് പാർട്ടിന്റെ സെന്റർ ഒരു ഭാഗത്താണ് കേട്ടോ മാർക്ക് ചെയ്തത്. ഒരു സെന്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ സെന്ററിൽ ഇങ്ങനെ ടേപ്പ് വെക്കുക. നമ്മൾ 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മള് കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ 3 ഇഞ്ച്, 7 ഇഞ്ച് ആയിരുന്നു. അതിനെ കൂടെ 3 ഇഞ്ച് സീം അലവൻസ് ഇട്ട് നമ്മൾ 10 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. ആ കൂട്ടിയെടുത്ത അളവാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തൊട്ടിപ്പുറത്തെ ആ തുണിയില്ലേ അതിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ രണ്ട് തുണിയിലും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്യാം. ബോഡി പാർട്ട് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ സ്കേർട്ട് പാർട്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ തുണി ഇങ്ങനെ മടക്കി ഇടുക കേട്ടോ. തുണി ഇങ്ങനെ ആദ്യമേ നമ്മൾ മടക്കിയിട്ടു. അപ്പൊ നമ്മൾ ഒരു പാർട്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ലെങ്ത് നമുക്ക് വേണ്ടത്, ബോഡി പാർട്ടിന് വേണ്ടത് 14 ഇഞ്ചാണ് ലെങ്ത്. അതിനെ കൂടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 15 ഇഞ്ച് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ലെങ്ത്. ഇനി നമ്മൾ ഈ ഭാഗത്താണ് ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ ഇപ്പോൾ 6.5 ഇഞ്ച് ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ ആ കിട്ടുന്ന എടുക്കുവാണ് കേട്ടോ. 7 ഇഞ്ചാണ് സാധാരണ എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ 6.5 ഇഞ്ച് നമുക്ക് ഉള്ളൂ. അതങ്ങോട്ട് എടുത്തു. താഴത്തേക്ക് ആം ഹോള് 6.5 ഇഞ്ച് അതും മാർക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്തു. ചെസ്റ്റ് വരുന്നത് 9 ഇഞ്ചാണ്. അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 11 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ആം ഹോൾ ഇപ്പോൾ വരക്കുന്നില്ല കേട്ടോ. നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം വരക്കാം. താഴത്തെ വിട്ട് 7 ഇഞ്ചാണ്. നമ്മുടെ ഷേപ്പ് വിട്ടാണിത്. 7 ഇഞ്ച്, 28ന്റെ കാൽഭാഗം 7 ഇഞ്ച്. അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 9 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു പാറ്റേൺ ആദ്യം കൂടെ കട്ട് ചെയ്ത് മാറ്റട്ടെ. എന്നിട്ട് നമുക്ക് ആം ഹോള് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ആം ഹോൾ ഒന്ന് വരക്കാൻ പോവാം കേട്ടോ. ആം ഹോൾ വരക്കുമ്പോൾ ഞാൻ ഈ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ എക്സ്ട്രാ കയറ്റിയാണ്, നന്നായിട്ട് കുഴിച്ചാണ് ആം ഹോൾ നമ്മൾ കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ്. അതെ, ബോഡി പാർട്ട് നമ്മൾ ഒരു പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് രണ്ടാമത്തെ പാർട്ടും കൂടി കട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ 2 ബോഡി പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പൊ നെക്ക് വീതി 3 ഇഞ്ചാണ് നമ്മൾ നെക്ക് വീതി കൊടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു റെഡിമെയ്ഡ് മോഡലിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടിട്ട് ബാക്ക് അധികം ഇറക്കുന്നില്ല. ബാക്ക് ഒരു 2.5 ഇഞ്ചേ ഞാനിപ്പോ ഇറക്കുന്നുള്ളൂ. ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ച്. ഇങ്ങനെയാണ് കേട്ടോ. നമ്മള് സാധാരണ റെഡിമെയ്ഡ് പോലെയാണല്ലോ നമ്മളെല്ലാം ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അധികം ബാക്ക് നെക്ക് അധികം ഇറക്കാതിരിക്കുക. റെഡിമെയ്ഡില് എല്ലാ നെക്കും ചെറിയ നെക്കായിരിക്കും ബാക്കിൽ ഉള്ളത്. അപ്പോൾ ബാക്കിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ഫ്രണ്ടിലും അതുപോലെ അത്യാവശ്യം വിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെക്ക് വേറെ മോഡലൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്, അത് കണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചെറിയ നെക്ക് വേണം ഇങ്ങനെ കട്ട് ചെയ്യാൻ. അതും 2 നെക്കും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഉള്ളിൽ നിന്ന് ഒരു തുണി അങ്ങോട്ട് മാറ്റുക. ഇതുപോലെ അങ്ങോട്ട് ഒരു തുണി മാറ്റിയിട്ട് ഇതൊന്നുകൂടി മടക്കിയിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് തന്നെ അളന്നങ്ങോട്ട് ചെയ്യാം. വേറെ വേറെ ആയിട്ട് അളക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്ക് നെക്ക്, ബാക്ക് വളരെ ചെറിയൊരു നെക്കാണ് കൊടുത്തത്. റെഡിമെയ്ഡ് ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പൊ ബാക്ക് നെക്കും കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ആണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ തുണി ശ്രദ്ധിച്ചായിരുന്നോ? ചെറിയ ചുളുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മള് തുണിയാണെങ്കിലും പുറത്തു നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും ഒന്ന് തിരുമ്മിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാനത് തിരുമ്മി എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചുളുക്ക് തുണിക്കുള്ളത്. സാധാരണ പുതിയ തുണിക്ക് ഇങ്ങനെ ചുളുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അയൺ ചെയ്തില്ല, അയൺ ചെയ്യാൻ മടിയായതുകൊണ്ട്. അപ്പൊ ലെങ്ത് 4 ഇഞ്ചാണ് സ്ലീവിന് കൊടുക്കുന്നത്. അതിനെ കൂടെ 1.5 ഇഞ്ച് കൊടുത്തിട്ട് 5.5 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം. മുകളിലത്തെ വണ്ണം 8 ഇഞ്ചാണ്. നമുക്ക് അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല വൈഡായിട്ട് അങ്ങോട്ട് കുഴിച്ച് വരക്കാം കേട്ടോ. ഈ ഭാഗത്തുമ്പോൾ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ താഴത്തേക്ക് കുഴിച്ച് വരക്കാം. താഴത്ത് വണ്ണം 6 ഇഞ്ച്, അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 8 ഇഞ്ച് ഈ മാർക്കിങ് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പോൾ സ്ലീവിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു സ്ലീവേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് ഒരു സ്ലീവും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇത് വെച്ച് ഞാൻ ഒരെണ്ണം കൂടി കട്ട് ചെയ്യട്ടെ. അപ്പോൾ 2 സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി നമുക്ക് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പീസ് വേണം. ബാക്കിൽ നമുക്കൊരു ക്രോസ് പീസ് മതി. ആദ്യമേ ഒരു ക്രോസ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇത് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആദ്യമേ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തില്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു പീസ് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പീസ് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ടോപ്പിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇതിന്റെ സ്റ്റിച്ചിങ്ങിലായിരിക്കും ഈ അംബ്രല്ലയിൽ നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവരും കാണുക.